പ്രിയങ്ക മാമിനെ ഇത്ര അടുത്ത് കിട്ടിയിട്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഫാൻസിന് ഒരു പക്ഷേ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആവും. എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിൽ എന്ന് പറഞ്ഞ സിനിമ, അതിൽ ഗുരുഗത എന്ന് പറഞ്ഞ പാട്ട് ഇപ്പോഴും ഭയങ്കര സെൻസേഷനിലാണ്. ഇൻസ്റ്റാഗ്രാം റീൽസിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ആ സിനിമ ഇറങ്ങുന്ന ആ ടൈമിൽ ജനിച്ചിട്ടില്ലാത്ത പിള്ളേർ വരെ ഈ പാട്ട് എൻജോയ് ചെയ്യുന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു കൾട്ട് മൂവിയാണ്. ആ പാട്ടെന്ന് പറയുന്നത് കാലത്തിന് അതീതമായിട്ട് അതിൻ്റെ ഒരു 20 ഇയേഴ്സ് കഴിഞ്ഞാൽ ആ പാട്ട് അത് എങ്ങനെ നിൽക്കണം. പഴയ രാജാസാറിൻ്റെ പാട്ട്, റഹ്മാൻ സാറിൻ്റെ പാട്ട്, ഞാൻ പറയുന്നത് തമിഴിനെ മാത്രം ഞാൻ എടുത്ത് പറയുമ്പോഴത്തേക്കാണ് ദേവാസാറിൻ്റെ മ്യൂസിക്, ഇതൊക്കെ എന്ന് പറയുന്ന പഴയ പാട്ടുകളെല്ലാം എന്ത് രസമായിട്ടാണ് നമ്മൾ വീണ്ടും ഇത്രയും വർഷം കഴിയുമ്പോഴത്തേക്ക് ആ പാട്ടുകളെല്ലാം നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൊരു പാട്ടായിരിക്കും തീർച്ചയായിട്ടും ഗുരുഗത എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഒരു 20 ഇയേഴ്സ് കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഈ പാട്ട് ആൾക്കാർ മൂളിക്കൊണ്ടിരിക്കും. അതിപ്പോഴും കേൾക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? കേൾക്കുമ്പോൾ സന്തോഷമാണ്. അതിൽ ആ പാട്ടിനോട് ഒരുപാട് ഇഷ്ടമാണ്. ആ പാട്ട് എപ്പോൾ കേൾക്കാനും ഇഷ്ടമാണ്. പെട്ടെന്നാണ് ആലോചിക്കണം ഈ സിനിമ ഇത് ഞാൻ അഭിനയിച്ചാണല്ലേ എന്ന് പറയണത്. അതൊരു സെക്കൻഡ് തോട്ടായിട്ട് ഇങ്ങനെ വരുന്നതാണ്. അത് ആ സമയത്ത് ആ പാട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കഥ കേൾക്കാൻ പാട്ടാണ് കേൾക്കുന്നത്. പാട്ടാണ് അദ്ദേഹം എന്നെ ഡയറക്ടർ ആദ്യം കേൾപ്പിക്കുന്നത് പാട്ടാണ്. അപ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സോങ് അങ്ങനെയാണ് ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ആ പാട്ട് നമ്മൾ അഭിനയിക്കുമ്പോഴല്ല ഈ പാട്ട് കേൾക്കുമ്പോഴും ഇങ്ങനെ നമ്മൾ മെൽറ്റായി പോവാന്ന് പറയില്ലേ, എനിക്ക് ആ ഒരു ഫീലാണ്. അതിൽ ഒട്ടും മാറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു എത്രയോ വട്ടം കേട്ടൊരു പാട്ടാണ് ആ പാട്ട്. ഇപ്പോഴും കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് അഭിനയിച്ചു എന്നുള്ളതൊക്കെ വിടാൻ കേട്ടോ, ഞാനൊരു ആസ്വാദക എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. ജി.വി. പ്രകാശ്, ശങ്കർ മഹാദേവൻ, ശ്രേയ ഘോഷാൽ അവർ കൂട്ടുകെട്ട് ആ ഒരു പാട്ട് എന്ന് പറയുന്നത് അത് അത്രയും മനോഹരമായൊരു പാട്ട്. വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴത്തേക്ക് വളരെ സന്തോഷം.